ഇന്ന് മിസ്റ്റർ ആന്റണി ജോസഫ് സാറിന്റെ വെള്ളോടി ഉദ്ഘാടന ദിവസമാണ് മാത്തച്ച. ആണോ കുഞ്ഞെ? ദ വെരി ഫസ്റ്റ് ബോട്ടിൽ അല്ലേ? ദൈവങ്ങളെയൊക്കെ മനസ്സിലോർത്ത് നന്നായിട്ട് കുലുക്കിയിട്ട് ഓപ്പൺ ചെയ്തോ. കുലുക്കിട്ടോ? ഇങ്ങനെയോ? ശരിക്ക് നല്ല ഫോഴ്സ്ഫുൾ ആയിട്ട്. എങ്കിലേ പറഞ്ഞെല്ലാം കൂടെ എന്റെ മുഖത്തേക്ക് തെറിക്കുള്ളൂ അല്ലയോ? അപ്പ അറിയാം. അല്ലേ ലിച്ചായം പറഞ്ഞല്ലേ? അയ്യോ ഇതിവിടെ അടുത്ത് കിട്ടത്തില്ല. ചിയേഴ്സ് കുഞ്ഞെ. The man cub must be found, man. How interesting. The one I was taking to the man's village. Good. Now, sir, if you don't mind, we'd like to... കഴിയുന്നത് ആ കൊച്ചയാൾ ഒഴിവാക്കും. വീട്ടിൽ അയാൾ മാത്രം ഉള്ളപ്പോ അത് വീട്ടിന് പുറത്തെവിടെങ്കിലും വന്ന് പരിങ്ങി നിൽക്കും. വേറെ എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ? കാണാൻ പാടില്ലാത്തായിട്ടെന്തെങ്കിലും? ആന്റണിയോട് ഞാൻ ഒരു കാര്യം പറയും. അതാരോടും പറയാൻ പാടില്ല. ഇല്ല. മമ്മയോ മേരിയോ അറിയരുത്. ഇല്ല. ഒരു കാരണവശാലും മമ്മ അറിയരുത്. ഇല്ല ചായ. ആ കുട്ടി പൈലോക്കാരന്റെ മോളല്ല. പിന്നെ? അതൊക്കെ ഞാൻ പിന്നെ പറയാം. അവളുടെ അപ്പം വേറെ. എലിസബത്ത് മാത്രമേ ഉള്ളൂ അയാളുടെ മോളായിട്ട്. ഇതിപ്പോ റീതാമാവി അറിഞ്ഞാൽ ആ കുഴപ്പമാവുമല്ലോ. കെട്ടാനാണെങ്കിൽ സമ്മതിക്കാല. മമ്മയെ കൊണ്ട് ഞാൻ സമ്മതിപ്പിക്കും. മമ്മയ്ക്ക് ആ കുട്ടിയെ ഇഷ്ടാ. പിന്നെ അങ്ങേര് ഉടക്കുണ്ടാക്കും. മിസ്റ്റർ പൈലോ എന്തിനാ ഉടക്കുന്നത്? അങ്ങേര് അടിനാവിക്കിട്ട് തൊഴിച്ചേച്ച്. ആരുടക്കിയാലും ആരെതിർത്താലും ഞാൻ അവളെയും കൊണ്ടുവരുവടാ. അവളെ ഞാൻ ഇവിടെ കൊണ്ടുവന്ന് നിർത്തും. എന്നിട്ട് ഇവിടെ ഞങ്ങൾ രാപ്പാർക്കും. അധികാലത്ത് എഴുന്നേറ്റ് മുന്തിരിവള്ളി തളിർത്തോന്നും മാതളതാരവും പൂത്തോന്നും ചെന്ന് നോക്കും. ഒരു ബിയറും കൂടെ. അയ്യോ, ഇപ്പോഴേ തലയ്ക്ക് പിടിച്ചു. ഇനിയും കുടിച്ചാൽ ഞാൻ ഇവിടെയൊക്കെ ഛർദ്ദിച്ചു വയ്ക്കും. അപ്പൊ ആന്റണി സാർ ഇവിടെ കിടന്നോ? നിനക്ക് ഉറക്കം വരുന്നുണ്ട്? കുറേശ്ശെ ഒന്നുമല്ല, പറന്നാ കോട്ടുക കീറുന്നത്. കള്ള് തലയ്ക്ക് പിടിച്ചു. ഗുഡ് നൈറ്റ്. ഇത് ഓഫ് ചെയ്തോളൂ. ഓഫ് ചെയ്തേ. ബോറ്. ഏതാ? ഇതാണോ? എടാ ഇത് കിങ്കോങ് ആടാ. എന്തോന്ന് കിങ്കോങ്? മറ്റവൻ ഒരെണ്ണമുണ്ട്, കാണുന്ന. ഏവൻ? എവിടെ എവിടെ? ഓ ഒച്ചയോനെ. അവന് കിങ്കോങ് പോലെ മറ്റവൻ കാണാം. എന്താ ഇത്? വെറുതെ പറഞ്ഞെളുപ്പിക്കാതെ കൊണ്ടേലെടുത്താ. ഇവരൊരു സോഫ്റ്റ് വകുപ്പിൽപ്പെടും. തീരെ മറ്റവനല്ല, അങ്ങൊക്കെ അല്പം സ്വല്പം ഉണ്ട്. സിൽവിയ ക്രിസ്റ്റലിന്റെ ഭയങ്കര പോണോ സ്റ്റാർ അവള്. അസാധ്യ ബ്യൂട്ടി ആയിരിക്കും. അസാധ്യ ഫിഗറാ. ഇതവളുടെ നല്ല ഫിലിംസിലൊന്നാ. ശരി, ഗുഡ് നൈറ്റ്.
യെരൂശലേം പുത്രിമാരെ, നിങ്ങൾ എൻ്റെ പ്രിയനെ കണ്ടെങ്കിൽ ഞാൻ പ്രേമപരവശയായിരിക്കുന്നുവെന്ന് അവനോട് അറിയിക്കണം എന്ന് ഞാൻ നിങ്ങളോട് ആണയിടുന്നു. നേരം വെളുത്തോ? ഇല്ല. എങ്ങനെ ഇരുന്നു സിൽവിയ ക്രിസ്റ്റൽ? ഞാൻ ഫാമിലേക്ക് പോവാ, വരുന്നോ? പിന്നെ ഞാൻ ഒറ്റയ്ക്ക് ഇവിടെ ഇരുന്നിട്ട് എന്ത് ചെയ്യാൻ? ഞാനും വരിക. 2 ദിവസം ഇവിടെ താമസിച്ച് ഈച്ചാന്റെ ഇവിടുത്തെ ഇടപാടിൽ എന്തൊക്കെ നിറഞ്ഞിട്ടേ ഞാൻ പോകുള്ളൂ. വാ. റീത്താമാവിയോട് എന്ത് പറയണം? മമ്മയോട് ഞാൻ പണക്കാന്ന് പറയണം. എന്നെ കൊണ്ടുപോയ റീത്താമാവി കരൻ ചാവും. എന്നാ മമ്മയോട് എനിക്ക് പണക്കൊന്നുമില്ലെന്ന് പറഞ്ഞേക്കണം. പിന്നെ മറ്റേ പാർട്ടിയോട് എന്ത് പറയണം? ഏ? കോഡ് ഭാഷയിൽ ശാശിപ്പൂ 7-9 എന്ന് പറഞ്ഞ് വല്ലതും ഉണ്ടേ തന്നേരെ, കൊണ്ടുകൊടുക്കാം. ഒന്നുമില്ല. പിന്നെ വേണേൽ മുന്തിരിത്തോട്ടങ്ങൾ പഴുത്ത് പാകമെത്തുന്നു, ദൂതായി പഴം പൂത്ത് സുഗന്ധം വീശുന്നു, വിളവെടുപ്പിന് കൂടാൻ എന്റെ സുന്ദരി വരിക എന്ന് പറഞ്ഞായിട്ട് കാച്ചിക്കും. അവളിങ്ങി പോരും. നാഥാ ദാ പിടിച്ചോന്നും പറഞ്ഞു. പോരട്ടെ? പോരട്ടെന്നോ? പോരട്ടെ. സോഫിയോട് പറയണം ഞാൻ വരുന്നുണ്ടെന്ന്. എന്ന്? ഏറിയാൽ 1 മാസത്തിനാവും, വിളവെടുപ്പ് കഴിഞ്ഞാലുടൻ. പിന്നെ അവളോട് പറയണം ഒരു കാരണവശാലും ഞാൻ വരുന്നത് വരെ മറ്റേ കെട്ടിനെ സമ്മതിക്കരുതെന്ന്. എങ്ങനെ അതുവരെ പിടിച്ചിരിക്കാൻ പറയണം. ഏറിയാൽ 1 മാസം. ഞാൻ പിടിച്ചു നിന്നോളാം. വന്നില്ലെങ്കിലും സാരമില്ല. എനിക്കിങ്ങനെ ഒരു വാക്ക് തരാൻ ഒരാളുണ്ടായല്ലോ. ഒരാളും ഉണ്ടാവുമെന്ന് വിചാരിച്ചതല്ല. ഇത്തവണ വിളവെടുപ്പിന് കൂടിയില്ലേലും അടുത്ത സീസണിലെ ഹാർവസ്റ്റിന്റെ മേൽനോട്ടക്കാരി സോഫി ആയിരിക്കുന്ന എൻ്റെ ഒരു തോന്നല്.